നമുക്ക് ചുറ്റും നടത്തുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മോനെ നല്ല കണ്ടുപരിച്ചോ. എവിടെ പോയി? കടയിൽ പോയാണോ? ഒറ്റയ്ക്കുള്ളോ? സാധനം മേടിക്കാൻ പോയതാ? മോന് ഞാൻ സൂത്രല്ല മുട്ടായി തരാം. അത് നല്ലത്. മോൻ പിടിച്ചോ. മോന്റെ കൂട്ടുകാരൊക്കെ എനിക്കറിയാം, എല്ലാരും അറിയാം. മോൻ പിടിച്ചു ഇത് കഴിച്ചോന്നേ പറഞ്ഞ എല്ലാവർക്കും നല്ല മുട്ടായാ. നീ ഒരു കഷ്ണം മുറിച്ച് തിന്ന് നോക്കിയേ. നീതാ മുറിച്ച് തിന്ന് നോക്കിയടാ. നല്ല രുചിയുള്ള മുട്ടായതാ. കഴിച്ചു നോക്കിയേ. കഴിക്കട. വെള്ളം കുടിക്കാൻ പറ്റുന്ന അമ്മ ഇന്ന് പോണ വഴിക്ക് ഒരു ചേട്ടൻ ഒരു മുട്ടായി തന്നു എനിക്ക്. എന്നിട്ട് മോൻ മേടിച്ചോ? ഇല്ല. ആ ചേട്ടായിനെ പരിചയമുണ്ടോ മോനാ? ഇല്ല. ആദ്യമായിട്ട് കാണുന്ന ചേട്ടായ? അത് എന്നിട്ട് മോനെ മേടിക്കലോട്ടോ മുട്ടായി ഒന്നും തന്നാല്. ഇപ്പം ഈ പിള്ളേരെ പിടുത്തക്കാരെല്ലാം ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും മുട്ടായോ അങ്ങനെ എന്ത് സാധനം തന്നാലും മേടിച്ചിട്ടില്ല. ചിലപ്പോൾ അവര് പറയും മോനെ ഇങ്ങനെ വാ, ഞാൻ കൊണ്ടുവിടാം, അവര് വണ്ടിയെ കയറാനൊക്കെ പറയും. അപ്പൊ മോൻ ഒരു കാരണവശാലും കയറിയിട്ടില്ല കേട്ടോ. പേടിക്കണ്ട കേട്ടോ, പേടിക്കൊന്നും വേണ്ട. ഒറ്റയ്ക്കുള്ളോ? ഇവിടെ അടുത്താണോ വീട്? മോന് ഞാൻ ഒരു സാധനം തരാവേ. മുട്ടായി കഴിച്ചോ? നല്ല മുട്ടായി. മോന്റെ കൂട്ടുകാരനൊക്കെ കുറച്ചുമ്പോ വാങ്ങിച്ചോ. നല്ല രുചിയുണ്ടെന്ന് പറഞ്ഞു. നീ കഴിച്ചു നോക്കിയത് ഒരു ദിവസം നീ മേടി കഴിച്ചു നോക്ക്. നിനക്ക് ഇഷ്ടപ്പെടും. കഴിക്കടാ. നീ കഴിച്ചോ? നീ മേടിച്ചോ? നീ കഴിക്കുന്നേ. നിക്കടാ. എന്നാ ചോറ് കഴിക്കാം. അയ്യോ, ഇതിപ്പോ ശരിയാവില്ലല്ലോ. ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമല്ലേ പറയുന്നത്. ഇതിപ്പോ എന്തായാലും പോലീസിന് അറിയിട്ടില്ല. അത് ആരാണെന്ന് ഒരു പരിചയമില്ലല്ലേ ആരെ. ഇതിപ്പോ ശരിയാവില്ല ഇനി എന്താണെങ്കിലും. പപ്പ ഞാൻ പറഞ്ഞില്ലായിരുന്നു മിനിഞ്ഞാന്ന് മോനെ ശല്യപ്പെടുത്തിയിട്ടുണ്ട്, മുട്ടായി വേണോന്ന് ചോദിച്ചോണ്ട് ഒരാള് വന്നായിരുന്നെന്നാ. അവൻ വരുന്ന വഴിയില്ല. ഇന്നും വീണ്ടും ചോദിച്ചു. ഇത് ശരിയല്ല. അതായത് അയാളെ ശ്രദ്ധിക്കണമെന്നാ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അയാളെ പറ്റിയിട്ട് പോലീസിന് ഇൻഫോം ചെയ്യുക. ഇപ്പൊ മയക്കുമരുന്നിന്റെ പരിപാടിക്ക് എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ പിള്ളേരൊക്കെ ആദ്യം ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അവർ പിന്നീട് ഇത് അഡിക്റ്റ് ആയിട്ട് പിള്ളേർ പിന്നെ വീട്ടിൽ വന്ന് അക്രമവും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയി ഭയങ്കര ബുദ്ധിമുട്ടായത്. എത്രയും പെട്ടെന്ന് തന്നെ പപ്പ പോയി പോലീസിന് ഇൻഫോം ചെയ്യുക. ഞാൻ സാധനം തരട്ടെ. ഇത് കഴിച്ചു നോക്കി. നല്ല മുട്ടായില്ലേ? ഇതിന്റെ മഞ്ചി മുട്ടായ. എന്റെ ഈശോയെ, എന്റെ അമ്മേ, എന്റെ മക്കളെ യാതൊരു ആപത്തും കൂടാതെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചേരണമേ. യാതൊരു തിന്മയുടെ സാധനത്തിലും പെട്ടുപോകരുതേ. അവരെ കാത്തുകൊള്ളണമേ. കഴിക്കടാ. തിന്നോന്നേ. കഴിക്കട്ടാ. പോലെ മിസ്റ്റർ, നിങ്ങൾ ആരാണ്? 2-3 ദിവസമായല്ലോ നിങ്ങൾ ഈ മോന്റെ പുറകെ ഈ പരിസരങ്ങളിൽ ചുറ്റിട്ടിറങ്ങാൻ തുടങ്ങിയിട്ട്. എന്താ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾ ആരാ എന്നെ ചോദ്യം ചെയ്യാൻ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ശരിക്കും ഞാൻ മനസ്സിലാക്കി തരാം. പോലീസ് സ്റ്റേഷന്റെ വാടോ. അയ്യോ, പോലീസ് വാടോ. ഇപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ കണ്ടില്ലേ? നമ്മുടെ ചുറ്റുപാടുകളിലും സ്കൂൾ പരിസരങ്ങളിലും നിരവധി ആളുകൾ മയക്കുമരുന്ന്, കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കളുമായി നമ്മുടെ മക്കൾക്ക് ചുറ്റും നോട്ടം വിട്ട് നടത്തുന്നുണ്ടാകാം. എന്നാൽ അവരിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണ്. അതിനാൽ സംശയാസ്പദമായി ആരെങ്കിലും നിങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ നിങ്ങൾ അടുത്തുള്ള പോലീസിൽ ഇൻഫോം ചെയ്യണം. ഈ വീഡിയോ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യണം.